ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ ചൊവ്വാഗ്രഹം മിഥുന രാശിയിലേക്ക് രാശി മാറിയതിൻ്റെ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള പ്രഭാവങ്ങളെ പറ്റിയാണ്, ഗുണദോഷങ്ങളെ പറ്റിയാണ്. ആഗസ്റ്റ് 26 മിഥുനം രാശിയിലേക്ക് രാശി മാറി ഒക്ടോബർ 20 വരെ കുജഗ്രഹം ആ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ ആഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ 20 വരെ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലാണ്. സാധാരണ ചൊവ്വാഗ്രഹം ഒരു രാശിയിൽ വന്നാൽ ഒരു 41-42 ദിവസത്തോളം ആ രാശിയിലുണ്ടാകും. പക്ഷേ ഇത്തവണ ആ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ വന്നിട്ട് 56 ദിവസത്തോളം ആ രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പം മിഥുനം രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. ബുധൻ എന്ന് പറയുന്നത് കുജൻ്റെ മിത്രഗ്രഹമല്ല, ശത്രുഗ്രഹമാണ്. ഇപ്പം കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയാണ് ഈ മിഥുനം രാശി. ആ രാശിയിലേക്കാണ് കുജൻ രാശി മാറിയത്. അപ്പം 3-ാം ഭാവകാരകനായിട്ടുള്ള ഗ്രഹവും കൂടിയാണ് ആ കുജൻ. അപ്പം കുജൻ യഥാർത്ഥത്തിൽ ഒരു ആക്ഷൻ്റെ ഗ്രഹമാണ്, ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ്, പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ്, അതേസമയം ക്ഷമയില്ലായ്മയുടെ ഗ്രഹമാണ്, ഒരു മത്സരബുദ്ധിയുടെ ഗ്രഹമാണ്, കോപത്തിൻ്റെ ഗ്രഹമാണ്, വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്, രക്തത്തിൻ്റെ ഗ്രഹമാണ്, സഹോദര സ്ഥാനീയരെ പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ്, സാങ്കേതിക വിദ്യയെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹം കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ചില കാര്യങ്ങളിൽ അനുകൂലാവസ്ഥയും ഉണ്ടാക്കും, ചില കാര്യങ്ങളിൽ പ്രതികൂലാവസ്ഥയും ഉണ്ടാക്കും. ഇപ്പം അനുകൂലാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കുജൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇപ്പം ശരീരബലം കൂട്ടുന്നതിനോ, അതുപോലെ തന്നെ ഇപ്പം വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവർ, യോഗകളിൽ ഏർപ്പെടുന്നവർ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ, അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ഈ കുജൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത്. അതേസമയം ഇതിൻ്റെ ഒരു അനുകൂലമല്ലാത്ത പ്രതികൂലമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അപ്പോൾ വിവാദങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ, മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ്. അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രസ്താവനകൾ വിവാദങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഈ കുജൻ്റെ കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുജൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കുജൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകാവുന്ന ഗുണദോഷങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും കുജൻ മിഥുനം രാശിയിൽ വന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ധനു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കുജൻ 5-ാം ഭാവാധിപനാണ്, കുജൻ 12-ാം ഭാവാധിപനുമാണ്. അപ്പം 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ അവരുടെ 7-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. രാശി മാറിയത് ആഗസ്റ്റ് 26 ഒക്ടോബർ 20 വരെ ആ കുജൻ അവരുടെ 7-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ 7-ാം ഭാവരാശി എന്ന് പറയുന്നത് കുജൻ്റെ ശത്രുരാശിയാണ്. ആ ശത്രുരാശി നിൽക്കുന്ന കുജൻ 9ലേക്ക് അവരുടെ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ 2-ാം ഭാവരാശിയിലേക്കും ആ കുജൻ്റെ ദൃഷ്ടി ഉണ്ട്.
ഇപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശ്യാധിപൻ വേഴഗ്രഹമാണ്. വേഴഗ്രഹത്തിൻ്റെ മിത്രഗ്രഹമാണ് ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം എങ്കിലും 7ാം ഭാവം എന്ന് പറയുന്നത് ഒരു മാരകസ്ഥാനമാണ്. അവിടത്തേക്കാണ് ആ കുജൻ രാശി മാറി വരുന്നത്. അപ്പോൾ പൊതുവെ ശത്രുസ്ഥാനമാണ്. 12ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 7 ശത്രുസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ക്ഷീണം, ആലസ്യം, ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം. ദാമ്പത്യ ബന്ധത്തിലൊക്കെ ചില വിഷമതകൾ ഈ സമയത്തുണ്ടാകാം. ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷം, സുഖം ഒക്കെ കുറയുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് 12ാം ഭാവാധിപൻ 7 വരുമ്പോൾ. അതുപോലെ 7 കുജനെന്ന് പറയുന്നത് വികാരാവേശമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഈ കുറുകാർക്കുണ്ടാകും. എന്ന് പറയുമ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ വളരെ ശ്രദ്ധിക്കണം. അവരുടെ പൊതുവെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടാകാമെന്നതിനാൽ ഈ കുറുകാർ ഈ 7 കുജൻ്റെ സ്ഥിതി ഉള്ള കാലത്തോളം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുജൻ 5ാം ഭാവാധിപനും കൂടിയാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 7 വരുന്നൊരു സമയമാണ്. അപ്പോൾ 7 പറയുന്ന മാരകസ്ഥാനം ആയതുകൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ പ്രണയബന്ധം ഉള്ളവർ അതിൽ അവർ ശ്രദ്ധ വേണം. ചിലർക്ക് ആ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്തൊക്കെ ശ്രേഷ്ഠമായ നിലയിലൊക്കെ പ്രവർത്തിക്കുന്നതിനും അവിടെയൊക്കെ ഒരു ധനവും പ്രശസ്തിയൊക്കെ അവർക്ക് ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ കുജൻ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ 10 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ തൊഴിലിലൊക്കെ ധീരമായിട്ടുള്ള ഒരു നിലപാടൊക്കെ ചിലപ്പോൾ ഈ കുറുകാർ ഈ സമയത്ത് എടുക്കും. തൊഴിലിടത്ത് ചിലപ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് വരാം. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ വേണം. ബുദ്ധിശക്തി, പ്രായോഗിക ബുദ്ധി ഒക്കെ കൂടുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആക്റ്റീവ് ആകും. നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടും. ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും വ്യാപൃതനാകും. ധൈര്യം, വീര്യം, ശൗര്യമൊക്കെ കൂടുന്ന സമയമാണ്. അതേസമയം ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ അഗ്രസീവായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രകോപനപരമായിട്ട് പ്രതികരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ കുജൻ 2 ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരുവും ആ 2 നീചദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരുവിൻ്റെ നീചദൃഷ്ടിയും അതുപോലെ തന്നെ കുജൻ്റെ ഉച്ചദൃഷ്ടിയും ആ 2ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2 കുജൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നമ്മൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പൊതുവെ ഒരു വഴക്കിടുന്ന സ്വഭാവം, വാഗ്വാദത്തിലേക്ക് പോകാവുന്ന ഒരു സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒരു സംയമനം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭാഗത്ത് വരും. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി പോകാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിലും ഒരു ശ്രദ്ധ വേണം. നമ്മൾ അത് ചിലപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. മാത്രമല്ല ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു നിൽക്കുന്നത് തന്നെ 6ാം ഭാവത്തിലാണ്, രോഗസ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ വളരെ കെയർ വേണ്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ ആഹാരം കഴിക്കുന്നവർ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അത് ശരീരം തടിക്കുന്നതിനോ കൊഴുപ്പ് കൂടുന്നതിനോ അല്ലെങ്കിൽ ഡയബറ്റിക് പോലെയുള്ള ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചു എന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാരണം ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ധനകാരകനും കൂടിയാണ്. ആ ധനകാരകൻ 6 നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ധനപരമായിട്ടുള്ള ചെലവ് കൂടും. അതുപോലെ ധനം ഡീൽ ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് വേണം. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജൻ മിഥുനം രാശിയിലേക്ക് രാശി മാറിയതിൻ്റെ ഗുണദോഷങ്ങൾ. മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും 4, 11 ഭാവാധിപനാണ് കുജൻ.
ആ കുജൻ അവരുടെ 6-ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 26 രാശി മാറിയത്. ഒക്ടോബർ 20 വരെ ആ കുജൻ 6-ാം ഭാവരാശിയിൽ ഉണ്ടായിരിക്കും. സാധാരണ ഒരു 41 ദിവസം 42 ദിവസമൊക്കെയാണ് ഒരു രാശിയിലെ കുജൻ്റെ രാശിമാറ്റം രാശിസ്ഥിതി ആ സ്ഥിതിയെങ്കിൽ ഇത്തവണ അത് 56 ദിവസത്തോളം ആ കുജൻ്റെ സ്ഥിതി നീളുകയാണ്. അപ്പോൾ 6 നിൽക്കുന്ന കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ 12-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ 9-ാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം മകരൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്. ശനിയും കുജനും ശത്രുഗ്രഹമാണ്. എങ്കിലും കുജന് ഏറ്റവും ബലമുള്ള രാശിയാണ് ഈ മകരരാശി. കാരണം കുജൻ ഉച്ചസ്ഥനാകുന്നത് മകരം രാശിയിലാണ്. അപ്പം പൊതുവെ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മിക്ക ഗ്രഹങ്ങളും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അതായത് 3-ൽ രാഹുവുണ്ട്, 2-ൽ ശനിയുണ്ട്, 5-ൽ വേഴമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ 6-ലേക്ക് കുജനും വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുകൂലമാണ്. ഇപ്പോൾ ക്രമേണ രവിയും ബുധനും ഒക്കെ ഇഷ്ടസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുജൻ 6-ൽ വരുന്നത് 6-ാം ഭാവസംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ആ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അതുപോലെ കടബാധ്യതയുള്ളവർക്ക് ആ കടബാധ്യത കുറയുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കടം വീടുന്നതിനോ അല്ലെങ്കിൽ കടം വീടുന്നതിനുള്ള കാലാവധി നീട്ടി കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തർക്കങ്ങൾ ശത്രുതയൊക്കെ കുറയുന്ന സമയമെന്ന് പറയാം. ഇപ്പം കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളിലൊക്കെ നിന്നും അവർക്ക് ആ കേസുകളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും, അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്ന് പറയാം. അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ പൊതുവെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് മത്സരവീര്യമൊക്കെ കൂടും. അതുപോലെ ഈ മാതൃബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ ശത്രുക്കൾ വഴിയോ, അതായത് ഇപ്പോൾ ശത്രുക്കളെന്ന് പറയുമ്പോൾ നമ്മളൊരു കേസൊക്കെ ഉണ്ടെങ്കിൽ ആ കേസുകൾ വഴിയോ ഒക്കെ തന്നെ, അതുപോലെ സേവന പ്രവർത്തനങ്ങൾ വഴിയൊക്കെ ധനാഗമത്തിനൊക്കെ സാധ്യതയുണ്ട്, ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ചിലപ്പോൾ ഈ കുറുകാർ ഈ സമയത്ത് ശ്രമിക്കും. കുജൻ 4-ാം ഭാവാധിപനും കൂടെ ആയതുകൊണ്ട് ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 6-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സുഖക്കുറവ്, മെൻ്റൽ ടെൻഷനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ കുടുംബ അംഗങ്ങളുടെയൊക്കെ ആരോഗ്യത്തിൽ, കുടുംബത്തിൽ ആർക്കെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം 4-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നു. ഇപ്പോൾ മാതാവിന് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്പ്യൂട്ടുകളൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്നൊക്കെ വരാം. ഇപ്പോൾ കുജൻ 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിലവിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ദൂരയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുജൻ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. തീർത്ഥാടന യാത്രകൾക്കൊക്കെ ഒരു താല്പര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. കുജൻ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം കൂടുന്നതിനും പെട്ടെന്ന് വികാരഭരിതനാകുന്നതിനുമുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അവിടെയും ശ്രദ്ധിക്കണം. പൊതുവെ ആരോടും യോജിക്കാത്ത തർക്കിക്കുന്ന ഒരു സ്വഭാവം ഈ കുറുകാർക്ക് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അവയിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 6-ാം ഭാവരാശിയിൽ കുജൻ്റെ സ്ഥിതിയുള്ള ഒരു സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി പോകാനും ഈ കുറുകാർ ശ്രദ്ധിക്കുക. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും
അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജൻ മിഥുനം രാശിയിലേക്ക് രാശി മാറിയതിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അവരുടെ 3-ാം ഭാവാധിപനുമാണ്, കർമ്മഭാവാധിപനുമാണ്. അപ്പം 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അവരുടെ 5-ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 26-ന് രാശി മാറിയത്. ഒക്ടോബർ 20 വരെ ആ ചൊവ്വാഗ്രഹം 5-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 5-ൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം അവരുടെ അഷ്ടമരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5-ാം ഭാവരാശി എന്ന് പറയുമ്പോൾ ഈ മിഥുനരാശിയാണ്. മിഥുനരാശി ഒരു വായുകാരക രാശിയാണ്, വായു രാശിയാണ്. അതുപോലെ ഈ കുംഭരാശി എന്ന് പറയുന്നതും ഒരു വായു കാരകത്വ രാശിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 5-ലേക്ക് ത്രികോണസ്ഥാനത്തേക്കാണ് രാശി മാറിയത്. അത് തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാക്കും. അതായത് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിടത്ത് നേട്ടങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം. പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്, ടാലൻ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ വരും, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. തൊഴിലിലൊക്കെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. തൊഴിൽ വഴിയൊക്കെ വരുമാന വർധനവിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും ഓഹരി വിപണിയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊടുന്നനെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. പഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ, കാര്യക്ഷമത, പഠനത്തിൽ ഉത്സാഹമൊക്കെ കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് സാങ്കേതിക എൻജിനീയറിംഗ് പോലെയുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ആ കോഴ്സുകളിലൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ 3-ാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വാഗ്രഹം. 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 5-ൽ വരിക എന്ന് പറയുമ്പോൾ സന്തോഷം, ഈ സന്താനങ്ങളിൽ നിന്നൊക്കെ സന്തോഷ അനുഭവം കുറയുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2-ാം ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ 2-ൽ രാഹു എന്ന് പറയുമ്പോൾ വാക്സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവമൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട്. കുജൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അഷ്ടമത്തിലേക്ക് കുജൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ആ അഷ്ടമത്തിലേക്ക് കേതുവൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഒരു ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് ഈ അഷ്ടമത്തിലേക്കാണ് കുജൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഈ ഗൂഹ്യ രോഗങ്ങൾ, പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുള്ളവർ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ ഉള്ളവർക്ക് ആ കുജൻ 8-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു സർജറിയൊക്കെ ചിലപ്പോൾ അവർക്ക് വേണ്ടി വരുന്നു. അതുവഴിയൊക്കെ അവർക്ക് റിലീഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ദൂരയാത്രകളിൽ ശ്രദ്ധ കൊടുത്തു പോകണം. വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. കുജൻ്റെ 8-ലെ ദൃഷ്ടി. അതുപോലെ തന്നെ നമ്മൾ ഈ എക്യുപ്മെൻ്റ്, ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പണി ചെയ്യുന്നവർ, അത് ആ പണിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ആ ഉപകരണങ്ങൾ കൊണ്ടുണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ഒരു കെയർ വേണം. കുജൻ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ 11-ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം എന്ന് പറയാം. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പൊതുവെ
ചില ആഗ്രഹങ്ങളെങ്കിലും സാധിക്കുന്നതിനുള്ളൊരു സമയം എന്ന് തന്നെ പറയാം. കുജൻ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർ അവരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പണമൊക്കെ ഡീല് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലും ഒരു കെയർ വേണം. ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പാദങ്ങളിലോ കണങ്കാലിലോ ഒക്കെ ചെറിയ ഇഞ്ചുറി അല്ലെങ്കിൽ പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് നമ്മൾ അതിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും റിസ്ക്കായിട്ടുള്ള മേഖലയിൽ, റിസ്ക്കുള്ള മേഖലയിൽ ഈ സമയത്ത് പണം മുതൽ മുടക്കാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും കുജൻ മിഥുന രാശിയിലേക്ക് രാശി മാറിയതിൻ്റെ ഗുണദോഷങ്ങൾ എന്താകുമെന്ന് നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. അപ്പം മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അവരുടെ 2-ാം ഭാവരാശിയുടെ അധിപനുമാണ്, 9-ാം ഭാവരാശിയുടെ അധിപനുമാണ്. അപ്പം 2ഉം 9ഉം ഭാവരാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആഗസ്റ്റ് 26-ന് അവരുടെ 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറിയത്. ഒക്ടോബർ 20 വരെ ആ ചൊവ്വാഗ്രഹം 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ കുജൻ ആ 4-ാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 11-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ്റെ 4-ലെ സ്ഥിതി എന്ന് പറയുന്നത് പൊതുവെ ഒരു കുടുംബസുഖം ഉണ്ടാക്കില്ല, അത്രത്തോളം സുഖകരമല്ല. പ്രത്യേകിച്ച് 4-ാം ഭാവം കുജൻ്റെ ശത്രുരാശിയും കൂടെയാണ്. എങ്കിലും 2-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായിട്ടുള്ള ഒരു ഗ്രഹം കേന്ദ്രസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പം വീട്, വാഹനം, അതുപോലെ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്ഥാവര വസ്തുക്കളോ ജംഗമ വസ്തുക്കളോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രോപ്പർട്ടി റിലേറ്റഡ് മാറ്റർ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് ഇവയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഭാഗ്യനേട്ടം ഈ സമയത്ത് ഉണ്ടാകും. കൃഷി വഴിയൊക്കെ നേട്ടം ഉണ്ടാകും, ഭൂമി വഴിയൊക്കെ ആദായം ഉണ്ടാകും. അതേസമയം കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ വരുമ്പോൾ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. മാതാവിന് സന്തോഷക്കുറവുണ്ടാകാവുന്ന സംഭവവാസങ്ങൾ, അതുപോലെ പൊതുവെ ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ 4-ലെ ആ കുജൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ കുജൻ ഭാവാധിപനും കൂടെ ആയതുകൊണ്ട് 10-ലെ ആ ദൃഷ്ടി എന്ന് പറയുന്നത് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ അവയിലൊക്കെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കും. ആ കൃത്യസമയത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. തൊഴിലിൽ ആക്റ്റീവാകും. തൊഴിൽ വഴിയൊക്കെ വരുമാനം മെച്ചപ്പെടുന്ന സമയമാണ്. പൊതുവെ തൊഴിലിൽ സുഖാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 7-ലും ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 7-ൽ കുജൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ നോക്കണം. കാരണം 7-ൽ കേതു നിൽക്കുന്നുണ്ട്, ആ 7-ലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ജന്മരാശിയിൽ രാഹു ഉള്ള സമയമാണ്. അപ്പോൾ ചില വിവാദങ്ങൾ, ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ശത്രുതയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അങ്ങനെ പോവുകയാണെങ്കിൽ അത് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി ആ 7-ാം ഭാവരാശിയിലുണ്ട്. അപ്പോൾ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ബിസിനസ്സിൽ വന്നാലും അത് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും.
അതുപോലെ തന്നെ ഈ വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമ്മൾ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ഒരു സന്തോഷക്കുറവ്, നിസാര കാര്യങ്ങൾക്കായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ട് ഒരു ഐക്യക്കുറവ്, ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. കാരണം 4 നിൽക്കുന്ന കുജൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ കുജൻ്റെ 4ലെ സ്ഥിതി ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേസമയം തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ ആ കുജൻ്റെ സ്ഥിതി ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം കുജൻ്റെ ദൃഷ്ടി 11ലും വരുന്നുണ്ട്. അത് പല സോഴ്സുകളിൽ നിന്ന് ഉള്ള ധനാഗമം ഈ കൂറുകാർക്ക് ഉണ്ടാകാം. അതുകൊണ്ട് ചില ആഗ്രഹങ്ങളെങ്കിലും അവർക്ക് സാധിക്കുമെന്ന് പറയാം. കാരണം 11ാം ഭാവം കുജൻ്റെ ഉച്ചരാശിയും കൂടിയാണ്. അപ്പോൾ ആ 11ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ആ കുജൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4ാം ഭാവത്തിൽ നിൽക്കുന്ന കുജനാണ് 11 വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കൃഷി നടത്തി അതിൽ നിന്ന് ആദായം ഉണ്ടാക്കാൻ അനുകൂല സമയമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ കുജൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ സൗഹൃദങ്ങൾ വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം ജന്മരാശിയിൽ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ഒരു ജാഗ്രത വേണം. നമ്മൾ എടുക്കുന്ന തീരുമാനം കഴിവതും ആലോചിച്ചെടുക്കണം. സഡൻ ഡിസിഷൻ ഒഴിവാക്കണം. അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനും ഒക്കെ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.